ഒരു വയർലെസ് ക്യാമറ എങ്ങനെ NVRലോ DVRലോ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് NVRൽ വയർലെസ് ക്യാമറ കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നതാണ്. ഇതേ സെയിം സ്റ്റെപ്സ് തന്നെയാണ് നമുക്ക് DVRലും വയർലെസ് ക്യാമറ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി ആദ്യം ചെയ്യേണ്ടത് NVR കണക്ട് ചെയ്തിരിക്കുന്ന അതേ നെറ്റ്വർക്കിൽ തന്നെ നമ്മുടെ വയർലെസ് ക്യാമറയും കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. വയർലെസ് ക്യാമറ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ NVRൻ്റെ സെറ്റിങ്സ് എടുത്ത് നോക്കുമ്പോൾ ക്യാമറ സെറ്റിങ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്കവിടെ ഓൺലൈൻ ഡിവൈസ് ലിസ്റ്റിൽ നമ്മുടെ ആഡ് ചെയ്ത വൈഫൈ ക്യാമറ അവിടെ ലിസ്റ്റ് ചെയ്ത് വന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഗ്രീൻ കളർ ആയിരിക്കും. അതായത് ക്യാമറ ആക്റ്റീവ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ നമ്മുടെ ആഡ് ഡിവൈസ് ലിസ്റ്റിലായിട്ട്, അതായത് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന മറ്റ് IP ക്യാമറയോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ വയർലെസ് ക്യാമറയെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായി അവിടെ ആ ക്യാമറയുടെ ചെക്ക് ബോക്സിൽ ജസ്റ്റ് ടിക്ക് ചെയ്യുകയും അതിൻ്റെ മേലെയുള്ള ആഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്താൽ മതി. ആ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഓൺലൈൻ ഡിവൈസ് ലിസ്റ്റിലുള്ള ഈ നമ്മുടെ വൈഫൈ ക്യാമറ നമ്മളെ മറ്റുള്ള ആഡഡ് ലിസ്റ്റിലുള്ള മറ്റുള്ള ക്യാമറയിലേക്ക് ആഡ് ആവുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ക്യാമറ ആഡ് ചെയ്തതിന് ശേഷം ഓൺലൈൻ ഡിവൈസ് ലിസ്റ്റിൽ ഗ്രീൻ കളറായിരുന്ന ക്യാമറ ആഡ് ഡിവൈസ് ലിസ്റ്റിലേക്ക് വന്നപ്പോൾ അത് റെഡ് കളറായിട്ട് മാറി. അതായത് കറൻ്റ്ലി ആ ക്യാമറയുടെ ലൈവ് പോസിബിൾ അല്ല, ഈ ക്യാമറ ആക്റ്റീവ് അല്ല എന്നുള്ളതാണ് ഈ ഒരു റെഡ് കളറിൻ്റെ സ്റ്റാറ്റസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എന്തുകൊണ്ടായിരിക്കും ഓൺലൈൻ ഡിവൈസ് ലിസ്റ്റിൽ ഗ്രീൻ കളറായിരുന്ന ക്യാമറ ആഡ് ഡിവൈസ് ലിസ്റ്റിലേക്ക് വന്നപ്പോൾ റെഡ് കളറായത് എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്റ്റാറ്റസിൽ ആ റെഡ് കളറിൻ്റെ ആ ഒരു എംബ്ലത്തിൽ വന്ന് ആ മൗസിൻ്റെ കഴ്സർ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് യൂസർ നെയിം ഓർ പാസ്വേഡ് ഇൻകറക്റ്റ് എന്നാണ് ആ മെസ്സേജ് അവിടെ കാണിക്കുന്നത്. അതായത് ഓൺലൈൻ ഡിവൈസ് ലിസ്റ്റിലുണ്ടായിരുന്ന ക്യാമറ നമ്മൾ ആഡ് ഡിവൈസ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തപ്പോൾ ആ ക്യാമറയുടെ യൂസർ നെയിമോ പാസ്വേഡോ ഓട്ടോമാറ്റിക്കലി അതിനൊപ്പം ചേഞ്ച് ആയി എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ക്യാമറയുടെ പാസ്വേഡ് അറിയാനായിട്ട് ഇവിടെ ഷോ പാസ്വേഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ NVRൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ക്യാമറയുടെ നമ്മുടെ എല്ലാ ക്യാമറയുടെയും പാസ്വേഡ് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ആഡ് ക്യാമറ ലിസ്റ്റിൻ്റെ പാസ്വേഡ് എന്താണ്, അല്ലെങ്കിൽ ക്യാമറയുടെ പാസ്വേഡ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ നോക്കാം. അതിൽ ഈ ക്യാമറയുടെ എഡിറ്റ്, നമ്മുടെ വയർലെസ് ക്യാമറയുടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയുടെ ക്രെഡൻഷ്യൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു പേജ് വരും. അവിടെ നമുക്ക് IP അഡ്രസ്സും ക്യാമറ നെയിം പ്രോട്ടോക്കോൾ എല്ലാം ആഡ് ചെയ്യാം. യൂസർ നെയിം ഡിഫോൾട്ടായിട്ട് അഡ്മിൻ തന്നെ ആയിരിക്കും. ഈ ക്യാമറയുടെ പാസ്വേഡ് നമുക്കിവിടെ ഏതാണോ ക്യാമറയുടെ പാസ്വേഡ് ആ പാസ്വേഡ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്യാമറയുടെ പാസ്വേഡ് കിട്ടാനായിട്ട് ക്യാമറയിൽ തന്നെ നമുക്കൊരു QR കോഡ് നമുക്ക് കാണാൻ പറ്റും. ആ QR കോഡോ അല്ലെങ്കിൽ QR കോഡിൻ്റെ മേലെ നമുക്ക് ആ ക്യാമറയുടെ പാസ്വേഡ് എന്താണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ നമ്മുടെ പഴയ ക്യാമറ ആയതുകൊണ്ട് ആ പാസ്വേഡ് മെൻഷൻ ചെയ്ത് പോയി, പക്ഷേ നമുക്ക് ഭാഗ്യത്തിന് അവിടെ QR കോഡ് ഉണ്ടായിരുന്നു. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ യൂസർ നെയിം, എന്താണ് പാസ്വേഡ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കംപ്ലീറ്റ് അവിടെ ഏതെങ്കിലും ഒരു സ്കാനർ, മൊബൈൽ സ്കാനർ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് കിട്ടുക എന്നുള്ളത്. സ്കാൻ ചെയ്യുമ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. ഈ സീരിയൽ നമ്പർ, അതുപോലെ തന്നെ LQFIN, പിന്നെ അതുപോലെ തന്നെ മോഡൽ നമ്പർ, ഇതൊക്കെയാണ്. ഈ LQFIN അതാണ് ഇതിൻ്റെ പാസ്വേഡ്, ക്യാമറയുടെ പാസ്വേഡ്. ഈ പാസ്വേഡാണ് നമ്മളവിടെ ക്യാമറയ്ക്ക് കൊടുക്കേണ്ടത്. ഈ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ആ ക്യാമറയുടെ സ്റ്റാറ്റസ് നോക്കൂ, ഈ റെഡ് കളർ മാറി അത് ഗ്രീൻ കളറിലേക്ക് ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇനി NVRൻ്റെ ലൈവ് വ്യൂ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കണക്ട് ചെയ്ത വയർലെസ് ക്യാമറയുടെ ഡിസ്പ്ലേ അവിടെ വ്യൂ ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഈ ക്യാമറയുടെ തന്നെ PTZ കൺട്രോളർ യൂസ് ചെയ്തുകൊണ്ട് ഈ ക്യാമറ നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കാനും, അതുപോലെ തന്നെ 2 വേ കമ്മ്യൂണിക്കേഷനുള്ള ക്യാമറ ആണെങ്കിൽ നമുക്ക് 2 വേ കമ്മ്യൂണിക്കേഷനും ഈ NVR വഴി പോസിബിൾ ആയിരിക്കും.